ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഓരോ വീടുകൾ കയറുന്ന സമയത്തും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും ഒക്കെ അവരുടെ ഒരു കാൻഡിഡേറ്റിനെ, അവരുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കത്തക്ക ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അമ്പലത്തേക്ക് കൂടി വരുന്നത്. ഭയങ്കര ഇഷ്ടമാണ്, ബ്രില്യന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ അതൊരു പ്രോബബിലിറ്റി ആണത്, അതൊരു ട്രെൻഡാണത്. ഒരു അഖിൽമാരാർ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈലന്റ് സൂചന എല്ലായിടത്തും നമുക്ക് കിട്ടുന്നു. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അത് ബേബി മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ആരും കാണാത്ത മേഖലകളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ കാണുന്ന മേഖലയിൽ ഇപ്പൊ തൃക്കാക്കരയിൽ നിങ്ങൾ പോയി ചോദിക്കുന്ന എല്ലാവരും ഇവിടുത്തെ വോട്ടറാവണമെന്നില്ല. പക്ഷെ വോട്ടേഴ്സിന്റെ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ വോട്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീടുകൾ കയറി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ. ആണോ? ഭയങ്കര. ഒരുപക്ഷെ എന്റെ 5 കിലോ വരെ കുറഞ്ഞു. അതായത് ഞാൻ എല്ലാ ദിവസവും ഒരു 300 മുതൽ 400 വരെ വീട് കയറിയതിനു ശേഷമാണ് നമ്മൾ ഇന്നലെയും ഞാൻ അത്രയും 500-ലധികം വീടുകൾ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 100%. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജെട്ടിംബ്രായിട്ട് കടപ്പുറത്ത് ഓടും എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ആർജവം. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ സംസാരിച്ച് തീർത്തു. ഇനി ആരും ഇത് ഏറ്റെടുക്കരുത്. പക്ഷെ അഖിലേട്ടൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെഡിംബ്രായിട്ട് നടക്കും. മറ്റൊരാൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ കമൽ. അപ്പം പുള്ളി ആദ്യം ഇട്ട വീഡിയോ, അഖിൽമാരാർ ജയിച്ചാൽ 100 പേർക്ക് ബിരിയാണി ചലഞ്ച്, ബിരിയാണി ഞാൻ മേടിച്ചു കൊടുക്കാം ഇതായിരുന്നു ഇദ്ദേഹം ചെയ്തത്. അപ്പം ഇദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എടാ അനാഷേ, നിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. എൻ്റെ ബിരിയാണിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. എനിക്ക് 100 ബിരിയാണി മേടിച്ചു കൊടുത്താൽ മതി. നീ കോഴിക്കോടിലൂടെ ജെട്ടിയമ്പ്രായിട്ട് ഓടുന്നത് ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് ഇവര് തന്നെ ഇട്ടു. 15 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. 15 ദിവസം മുമ്പ് പറഞ്ഞതിൽ നിന്ന് 15 ദിവസം കഴിഞ്ഞപ്പം ഇവർക്ക് എന്തുകൊണ്ട് മാറ്റി പറയാൻ തോന്നുന്നു? തൃക്കാക്കരയിൽ ചിത്രം മാറുമെന്നാണോ പറഞ്ഞു വെക്കുന്നത്? എന്താ സംശയം? ഒരു യുവാവാണെന്നുള്ളൊരു പരിഗണനയും ഇതെല്ലാം കൂടെ വരുമ്പോൾ രോഹ എഴുതി വെച്ചോ. ഈ കൈ കണ്ടോ, രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അഖിൽ രാജ് എന്ന അഖിൽമാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ്. ഒരു യുവാവാണെന്നുള്ളൊരു പരിഗണനയും ഇതെല്ലാം കൂടെ വരുമ്പോൾ രോഹ എഴുതി വെച്ചോ. എന്നാ ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, ഇത് ഞാനല്ല, മോർഫിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മൊത്തം. എന്തായിരുന്നു ബിഗ് ബോസിന്റെ തുടക്കം? എന്തൊക്കെയാണ് എനിക്കെതിരെ നടത്തിയത്? ഈശ്വരന് ഈ ഭൂമിയിലെ സത്യത്തിനൊപ്പം ഈശ്വരൻ നിൽക്കുമെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് പോലെ കേരളം ബിഗ് ബോസും രാഷ്ട്രീയ കേരളത്തിലെ ഇതും തമ്മിൽ കൂട്ടിക്കഴിക്കാൻ പറ്റും. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അവിടെ അവിടെ വാക്ചാതുര്യം കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഗെയിം ഷോ കാര്യങ്ങൾ ഇതൊക്കെ മാനദണ്ഡമായി മാറുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പോർക്കളത്തിൽ എങ്ങനെയാണ് അതൊരു മാനദണ്ഡമായിട്ട് മാറുക? ആ കോണ്ടെക്സ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. ഈ കേരളം എന്ന ബിഗ് ബോസ് ഹൗസിന് പുറത്തിരുന്ന് ഈശ്വരൻ ഇത് കാണുന്നെങ്കിൽ, കുറേ ആൾക്കാർ ഇത് കാണുന്നെങ്കിൽ അവർക്കറിയാം അഖിൽമാരാർ എന്താ ചെയ്തെന്നും മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്നും. ഗെയിം ഷോ ആയിട്ട് കാണുന്ന ഒരു POV അല്ലേ ആളുകൾ? ഗെയിമല്ല, ഞാൻ പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലേ? കയ്യിലിരിപ്പ് പ്രവൃത്തി. ആ പ്രവൃത്തിയാ ഞാൻ പറഞ്ഞത്. എന്റെ പ്രവൃത്തിയെ വിലയിരുത്താൻ ഈ കേരളത്തിന് പുറത്തിരുന്ന് കാണുന്ന ശക്തികൾക്ക് കഴിയുമെങ്കിൽ മെയ് 4-ാം തീയതി ഞാൻ ജയിച്ചിരിക്കും. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. എന്താണ് മാരാരുടെ പ്രവൃത്തി എന്നുള്ളത് ഒരിക്കലും കാണാൻ ഇപ്പൊ പറ്റില്ല അല്ലെ? നമ്മൾ വാക്കുകൾ കൊണ്ടാണ്. അപ്പൊ ആ ജനങ്ങൾ മനസ്സിലാക്കണം ഒരു പക്ഷെ ദീർഘവീക്ഷണം കൊണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാന്നുള്ളത്. നമുക്ക് പരിമിതികളുണ്ട് തീർച്ചയായിട്ടും. ഞാൻ അവരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ, നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഇയാളുടെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷനിൽ എന്നുള്ള രീതിയിലേക്ക് ഇതേ പ്രവൃത്തിയിൽ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമല്ല. അതിനോട് പ്രസക്തിയില്ല. ജനം വിലയിരുത്തും. അപ്പൊ ഞാൻ രോഹനെ എടുത്തു, വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുന്നു. രോഹൻ ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലാണല്ലോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് വോട്ട് കിട്ടത്തില്ലയോ എന്നുള്ള കാര്യം. ആ കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ പറയുന്നത് തൃക്കാക്കര ഞാൻ ജയിക്കുമെന്ന്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ചില പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. അഖിൽ രാജ് എന്ന അഖിൽമാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ്.
24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കോട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. എന്താ ഉറക്കം വരുന്നു. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതി. 9,161 എവിടെ? തൃക്കാക്കരയിൽ ഉമാ തോമസിനേക്കാൾ 24,000 വോട്ടുകൾക്ക് പിറകിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ എന്ന വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. അപ്പൊ സന്തോഷമായല്ലോ എല്ലാവർക്കും. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ അഖിൽ മാരാരിനെ ഒന്നും ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ അരുൺകുമാർ. കാരണം പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അഖിൽ മാരാർ? അല്ല, അത് പറയണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ മതിയാവും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.